ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ആലപ്പുഴ ചെങ്ങന്നൂരിലെ വീട്ടിൽ SIT പരിശോധന ഇപ്പോൾ 5 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവുമാണ് പ്രധാനമായും SIT പരിശോധിക്കുന്നത്. തന്ത്രിയുടെ വീട്ടിലേക്ക് സ്വർണ്ണപ്പണിക്കാരനെ എത്തിച്ച് സ്വർണ്ണാഭരണങ്ങൾ പരിശോധിക്കുകയാണിപ്പോൾ. അശ്വിൻ പാലാഴി ചെങ്ങന്നൂരിലെ തന്ത്രിയുടെ വീട്ടിൻ്റെ മുന്നിൽ നിന്നും തത്സമയം ചേരുന്നു. അശ്വിൻ, ഇത്ര മണിക്കൂറുകൾ നീണ്ടുപോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ പരിശോധനയാണ് ഇന്ന് 2:50 ആരംഭിച്ചത്. SIT സംഘം 2:50 ആലപ്പുഴ ചെങ്ങന്നൂരുള്ള ഈ വീട്ടിലേക്ക് എത്തിയത്. ഇവിടെ പ്രധാനമായി അവർ പരിശോധിക്കുന്നത് പല കാര്യങ്ങളാണ്. അതിലൊന്ന് ഈ പോറ്റിയുമായി തന്ത്രിക്കുള്ള ബന്ധമാണ്. രണ്ടാമത്തെ കാര്യം, പോറ്റിയുമായി തന്ത്രി ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. അതിനും അപ്പുറത്തേക്ക് ഈ പരിശോധനയ്ക്കിടെ വീട്ടിൽ നിന്ന് ചില സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ ഉരുപ്പടികളും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാലപ്പഴക്കം, ഒപ്പം അതിൻ്റെ മൂല്യമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതിന് ഈ പ്രാദേശികമായി തന്നെ ഇവിടെയുള്ള ഒരു സ്വർണ്ണ പണിക്കാരനെ ഇന്ന് വൈകുന്നേരം ഈ പരിശോധന പൂർത്തിയാക്കി 1 മണിക്കൂറിൽ ഈ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും അകത്ത് തുടരുകയാണ്. പരിശോധന 5 മണിക്കൂർ പൂർത്തിയാക്കുന്നു. അതിനിടെ ഇവിടെ ഉണ്ടായിരുന്ന രേഖകൾ, അതിനൊപ്പം ഈ സ്വർണം പിടിച്ചെടുത്ത സ്വർണ്ണങ്ങൾ, ആ സ്വർണത്തിൻ്റെ മൂല്യമടക്കമുള്ള കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങൾ ഈ സ്വർണ്ണ പണിക്കാരനെ ഉപയോഗിച്ച് അതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ആ സ്വർണത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനാ പരിധിയിലുള്ളത്. അങ്ങനെയെങ്കിൽ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ഈ തന്ത്രിയെ സംബന്ധിച്ച് അത് വലിയ കുരുക്കാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആദ്യഘട്ടത്തിലൊക്കെ തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണത്തിൽ പോറ്റിയെ അറിയില്ല എന്നുള്ളൊരു പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പോറ്റിയെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രതികരണത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ SIT വിളിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ പോറ്റിയുമായുള്ള കൂടുതൽ ബന്ധങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. ഒപ്പം ഇന്നലെ കോടതിയിൽ SIT നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പോറ്റിയെ ഒരു കീഴ്ശാന്തിയാണ് ശബരിമലയിൽ എത്തിച്ചത് എങ്കിൽ പോലും പിന്നീട് ഈ സന്നിധാനത്തടക്കം അദ്ദേഹത്തിന് ഈ പോറ്റിക്ക് വ്യക്തമായ ആധിപത്യം ഉറപ്പിക്കാൻ ഈ തന്ത്രിയുമായുള്ള ബന്ധം അത് കൂട്ടായി എന്നുള്ളത് വ്യക്തമായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ തന്ത്രിക്ക് പോറ്റിയുമായി എത്രത്തോളം അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് ആഴത്തിൽ ഉറപ്പിക്കാൻ കഴിയുന്ന സുപ്രധാനമായ ഒരു പരിശോധന കൂടിയാണ് ഈ വീട്ടിൽ നടക്കുന്നത്. കാരണം ഈ വീട്ടിലേക്ക് എപ്പോഴെങ്കിലും തന്ത്രി എത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വേണമെങ്കിൽ നിലവിൽ ഈ വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ തന്ത്രിയുടെ ഭാര്യ, തന്ത്രിയുടെ മകൾ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്താൽ അവരിൽ നിന്ന് ലഭിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പോറ്റി ഈ വീട്ടിലെത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തതയുണ്ടാകും. രണ്ടാമത്തെ കാര്യം, പോറ്റിയും തന്ത്രിയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ വ്യക്തത വരുത്താൻ വേണ്ടി ഈ തന്ത്രിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പൂർണ്ണമായും SIT പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ പരിശോധന കൂടി വിദഗ്ധ സംഘത്തിൻ്റെ ഈ SITക്കൊപ്പമുള്ള സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൂടി ഈ വീടിനുള്ളിൽ നടക്കുന്ന പരിശോധനയിൽ പരിശോധിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ പോറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് തന്ത്രിക്കോ മറിച്ചോ ഒരു സാമ്പത്തിക ഇടപാടുണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി സ്ഥിരീകരിക്കാനുള്ള നിർണായകമായ പരിശോധന കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ പല കോണുകളിൽ സമഗ്രമായ, സമ്പൂർണ്ണമായ, നിർണായകമായ പരിശോധനയാണ് നടക്കുന്നത്. ആ പരിശോധന ഇപ്പോൾ 5 മണിക്കൂർ പിന്നിടുന്നു. ഇനിയും അത് മണിക്കൂറുകൾ നീണ്ടാക്കാം. ഒരുപക്ഷെ നാളെയും ഈ പരിശോധന തുടരും എന്നുള്ള വിവരമാണ് SKN നമുക്ക് ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.